ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് ഒഡേല 2. പടത്തിൽ അഭിനയിച്ചിരിക്കുന്ന തമന്ന ഭട്ടിയ, ഹിബ പട്ടേൽ, വശിഷ്ഠ എം സിംഹ, മുരളി ശർമ്മ, ശരത് ലോഹിത്സ്വ എന്നിവരാണ്. പടം ഡയറക്റ്റ് ചെയ്യുന്നത് അശോക് തേജയാണ്. മീൻസ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ റിട്ടൺ ബൈ സമ്പത്ത് നന്ദി, മീൻസ് മഹാസമുദ്രം, സിറ്റി മാർ എന്നീ പടങ്ങൾ ഡയറക്റ്റ് ചെയ്ത ആളാണ്. പിന്നെ എൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ റൈറ്ററും അദ്ദേഹം തന്നെയാണ്. പിന്നെ ഡി മധു എന്ന് പറഞ്ഞ ഒരാളാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ. മ്യൂസിക് ബൈ ബി അജനീഷ് ലോകനാഥ്, മീൻസ് കാന്താര, മംഗളവാരം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ട ആവറേജായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ കാന്താര അറിയാലോ, എന്ത് അടിപൊളി സാധനമൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്. പിന്നെ മഹാരാജി രംഗീലായിരുന്നു കേട്ടോ. പിന്നെ മാത്സ് ബഗീര, അങ്ങനത്തെ ഒരു ബഗീര, ഐ ഡോണ്ട് മീൻ പ്രഭുദേവാസ് ബഗീര, ഐ മീൻ ശ്രീമുരളി സുബഗീര. പിന്നെ സിനിമാറ്റോഗ്രഫി ബൈ ശക്തി സൗന്ദരരാജൻ, എഡിറ്റഡ് ബൈ തമ്മി രാജു. സിനിമാറ്റോഗ്രാഫറും എഡിറ്ററും ഫസ്റ്റ് പാർട്ടിൽ അവർ തന്നെയായിരുന്നു. പിന്നെ മ്യൂസിക് ഡയറക്ടർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിൽ ബിജനേഷ് ലോകനാഥും, ഫസ്റ്റ് പാർട്ടിൽ അനൂപ് റൂബൻസ്, അങ്ങനെ പറയുന്നതാണ്. ഇത്രയാണ് എനിക്ക് കാസ്റ്റ് ആൻഡ് ക്രൂ വൈസ് എനിക്കറിയാവുന്ന കാര്യം. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അഴുക്കപ്പടം. ഈ വർഷത്തെ വോസ്റ്റ് പടത്തിനുള്ള അവാർഡ് ജാക്കിനെ കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ ഈ സിനിമയാണ് ആ റെക്കോർഡിന് പറ്റുന്നതെന്ന് എനിക്ക് തോന്നി. മീൻസ് അവാർഡിന് ഈ സിനിമ കണ്ടിട്ട്. കാരണം അമ്മാതിരി വൃത്തികെട്ട സീക്വൽ. അവിടെ എൻ്റെ ഫസ്റ്റ് പാർട്ടെന്ന് പറയുന്നത് ഒരു ക്രൈം ത്രില്ലറാണ്. മീൻസ് അതൊരു ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് എല്ലാ ഇതുണ്ടാവും. ബട്ട് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ എന്നാൽ എനിക്ക് ആ എക്സ്പെക്റ്റേഷൻസ് ഫുള്ളും പോയി. കാരണം അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണെന്നുള്ളത് അറിയാമെങ്കിൽ പോലും ഒരു വിഷ്വൽ വൈസോ ആക്ടിങ് വൈസോ എന്തിനൊക്കെയോ കാട്ടിക്കൂട്ടി ചെയ്യണ പോലെയാണ് ഫീൽ ചെയ്തത് ട്രെയിലർ കണ്ടപ്പോൾ. അതുകൊണ്ടൊന്ന് എക്സ്പെക്റ്റേഷൻസ് തീർമാനമായി എന്ന് പറഞ്ഞ പോലെയായിരുന്നു. അതുകൊണ്ടൊന്നും ഈ സിനിമ എനിക്ക് അത്ര എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ കണ്ടത്. നെറ്റ്ഫ്ലിക്സിലാണ് കണ്ടത്. പക്ഷെ ഒരു കാര്യമില്ല. ഈ സിനിമയിൽ ആകെ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് മീൻസ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്, ഒഡേയിലെ ഫസ്റ്റ് പാർട്ടിൽ, മീൻസ് അതിൻ്റെ പേര് ഒഡേയിലെ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ഫസ്റ്റ് പാർട്ടിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ എൻഡ് ചെയ്യുന്നത് എവിടെയാണോ അവിടെ നിന്നാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ടിങ് ഇറ്റ്സ് ഗുഡ്, ബട്ട് പിന്നീട് ഇതെന്ത് കാര്യമാണ് കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ കണക്കാണ് തോന്നിയത്. തമന്ന പാട്ടി എന്താണ് മന്ത്രവാദിയാണ് അവർക്ക്. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ ഈ സിനിമ കണ്ടിട്ട് തമിഴിൽ അരമണി സീരീസും കാഞ്ചന സീരീസും ഒരു മാന്യതയില്ലാതെ കോപ്പി അടിച്ച് വെച്ച് സ്പൂഫാക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് നടന്നിരിക്കുന്നത്. ഇനി എന്തായാലും തെലുങ്കന്മാരുടെ അരമണി സീരീസ്, ഒഡേല 2 തൊട്ട് 3, ഇനി തേർഡ് പാർട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ചിരിയാണ് വരുന്നത് തേർഡ് പാർട്ടുണ്ട് കേൾക്കുമ്പോൾ. പിന്നെ ഹെബേനൊക്കെ ഉണ്ട് തെറി പിടിക്കാനാണ് തോന്നിയത്. കാരണം അവർക്കും അവരുടെ ഇമോഷൻസ് ഫസ്റ്റ് പാർട്ടിൽ വർക്കായെങ്കിൽ പോലും സെക്കൻഡ് പാർട്ട് ഒട്ടും വർക്കാവണില്ല കേട്ടോ. പിന്നെ ഫസ്റ്റ് പാർട്ടിൽ തമന്ന ഉണ്ടായിരുന്നില്ല, സെക്കൻഡ് പാർട്ടിലാണ് തമന്ന വന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും ഫസ്റ്റ് പാർട്ടിൽ തമന്നില്ലല്ലോ പിന്നെ എന്തിനാ ഇതിൽ തമന്ന വന്നിരിക്കണേ എന്ന് ചോദിക്കും. അതെന്തിനാന്ന് എനിക്കും ഒന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ ഒരു ഫീലിങ്. പിന്നെ വശിഷ്ഠയുടെ ക്യാരക്ടർ ഞാൻ പറയേണ്ട ആവശ്യമില്ല. മീൻസ് ആ സിനിമയുടെ ലാസ്റ്റ് വശിഷ്ഠ വില്ലനാണെന്നുണ്ടോ അറിയുമ്പോൾ നമ്മളും ഷോക്കാവും. അമ്മാതിരി ഒരു ക്യാരക്ടറായിരുന്നു ഫസ്റ്റ് ആദ്യമൊക്കെ കാണിച്ചപ്പോൾ അങ്ങനെ പാവം അങ്ങനത്തെ ഒരു
ക്യാരക്ടർ, പക്ഷേ അവസാനം എപ്പോഴത്തേനും ഇങ്ങനെയാണ് വില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഇറ്റ്സ് ഷോക്ക്ഡ് ഫോർ അവേഴ്സ് എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തത്. പിന്നെ അത് ആൻഡ് ഇറ്റ് ഈസ് എ അൺറേറ്റഡ് ക്രൈം ത്രില്ലർ ഇൻ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രി എന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു സിനിമയാണ്. ആ സിനിമയിൽ സൈറോണൊക്കെ ആയിരുന്നു നായകൻ. സൈറോണക്ക് മീൻസ് നമ്മുടെ അൻടെ സുന്ദരാനെങ്കിൽ സിനിമയിൽ നസ്രിയ ആദ്യം ഒരാളെ ആ ഒരു ചെറുക്കൻ വംശി എന്ന് പറഞ്ഞിട്ട് ആ ചെറുക്കനാണ് ആ സിനിമയുടെ നായകൻ. മീൻസ് പോലീസുകാരൻ, പോലീസ് അന്വേഷണം. അപ്പോൾ ആ ചെറുക്കൻ ഇതിലുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല, ഇത് വേറെ സ്റ്റോറി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് അരൺമണയും കാഞ്ചനയും കൂടി ഒന്നിച്ചേക്ക് അതിൻ്റെ കൂടെ വീക്ക് സ്ക്രീൻ പ്ലേ ആൻഡ് വീക്ക് സ്റ്റോറി എന്നാണ് എൻ്റെ ഒരു ഫീലിങ്ങിൽ എനിക്ക് പറയാനുള്ള കാര്യം. പിന്നെ ഒടയിലെ ഇറക്കി വിടല്ലേ പ്ലീസ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വിഷ്വൽസൊക്കെ മറ്റേ ആദിപുരുഷന് കോപ്പി അടിച്ചതാണോ എന്ന് സംശയം. കാരണം ആദിപുരുഷൻ എന്ത് ഉളപ്പടമെന്ന് ഞാൻ പറയേണ്ടേ ആവശ്യമില്ല. അമ്മാതിരി ഉളപ്പടവ് അതൊന്നൊക്കെ കോപ്പി അടിച്ച കണക്കുണ്ട്. പിന്നെ എഡിറ്റിങ് ഒരു കാര്യമില്ല. മറ്റേ എന്തോ എൻ്റെ പേര് ശകുന്തളം സിനിമയില്ലേ, മറ്റേ ബാഹുബലി സ്പൂഫ്. ആദിപുരുഷൻ ബാഹുബലി സ്പൂഫ് തന്നെയാണ്. അത് തൽക്കാലത്ത് ഞാൻ ഇവിടെയാണ് ദളത്തിലെ വിഷ്വൽസ് പോലെ ഉണ്ട്, എഡിറ്റിങ് മാതിരിയുണ്ട്. അത്രയ്ക്കും അല്ലകാട്ടം ജോബാണ് എന്താ പറഞ്ഞു. പിന്നെ ഈ ആർട്ട് ആര് ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ. അത് ചെയ്തവനൊക്കെ കിട്ടിയ ചവിട്ടി കൂട്ടാൻ തോന്നുന്നു. അതിൽ ആർട്ട് ആണ് കാണിച്ചു വെച്ചിരിക്കണത്. പിന്നെ മുരളി ശർമ്മയൊക്കെ മീൻസ് അങ്ങേർക്ക് കൂടുതലായിട്ട് കിട്ടണത് ബിൽഡപ്പ് ക്യാരക്ടേഴ്സാണ്. അതൊക്കെ കൂടുതലും നല്ല തന്നെ ആയിരിക്കും. ഇപ്പോൾ സാഹോലാണെങ്കിലും മറ്റേ എവിടു സിനിമയിലാണെങ്കിലും ഒക്കെ നല്ലൊരു ബിൽഡപ്പ് ക്യാരക്ടറായിരുന്നു അങ്ങേർക്ക് കൊടുത്തിരുന്നത്. പിന്നെ ഹൈപ്പർ രാംപത്തിനുണ്ട്, അതിലും അങ്ങേർക്ക് നല്ലൊരു ബിൽഡപ്പ് ക്യാരക്ടറായിരുന്നു കൊടുത്തത്. പക്ഷേ ഇതിൽ ബിൽഡപ്പ് എന്തിനാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങേരെന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കാൻ തോന്നിയത്. അതൊരു ക്യാരക്ടറാണ്. പിന്നെ ശരത് ലോഹിത് ഒരു ക്യാമിയോ അങ്ങേരാണെങ്കിൽ ഒരു പട്ടത്തിന് കാണിക്കുന്നത് വെച്ചാൽ ഇവൻ്റെ അടുത്ത് മീൻസ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞില്ല, ഒടയിലെ റെയിൽവേ സ്റ്റേഷൻ്റെ എൻഡിങ്ങിൽ നിന്നാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവനെ എണീപ്പിച്ച് നിർത്തിയിട്ട് മണ്ണിൽ കുഴിച്ചിടും. ആ കാര്യം ഇവൻ മരിച്ചല്ല അതുകൊണ്ട്. എന്നിട്ട് ഇവൻ്റെ അടുത്ത് നിന്ന് മൂത്രം ചെയ്യാൻ പോകണമാർക്കും പിന്നെ ഇവൻ്റെ അടുത്ത് ആരെങ്കിലും രക്തം വീണിട്ടുണ്ടെങ്കിലും അവരുടെ അകത്തേക്ക് ഇവൻ്റെ പ്രേതം മീൻസ് വിശിഷ്ടയുടെ പ്രേതം അകത്തോട്ട് കയറിയിട്ട് ഏതെങ്കിലും കല്യാണം കഴിഞ്ഞ ആർക്കും ഏതെങ്കിലും പെണ്ണുങ്ങളെ പീഡിപ്പിച്ച് ഈ പ്രേതം കയറിയവരുണ്ടാവുമല്ലോ, മീൻസ് ഇവൻ്റെ പ്രേതം കയറിയവരുണ്ടാവുമല്ലോ, അവരെ ആ കേസിൽ കൊടുക്കും, കേസിൽ അകപ്പെടും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നിട്ട് ഇത് എങ്ങനെ രക്ഷിച്ചെന്നാണ് ഈ സിനിമയുടെ രമന്ന വന്ന് രക്ഷിച്ച് എന്നിട്ട് തിരുപ്പതി എന്ന് പറയുന്ന മീൻസ് വശിഷ്ഠയുടെ ക്യാരക്ടറിൻ്റെ പ്രേതം മീൻസ് ആത്മാവ് നശിച്ചു പോയോ എന്നുള്ളതാണ് സിനിമ കഥ. നശിച്ചു പോയോ ഇല്ലയോ, പക്ഷെ നശിച്ചു പോയിട്ടില്ലെന്നാണ് അത് തന്നെ പറയണത്. എന്ത് തേങ്ങയ്ക്കെന്ന് എനിക്കൊരു പിടിയില്ല. അത് തെറിയാണ് എനിക്ക് തോന്നിയത് സിനിമ കണ്ടിട്ട്. ഞാൻ ഇതുവരെ കണ്ട പടങ്ങളിൽ ഇത്രയും വൃത്തികെട്ട പടം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പൊന്നോ. പിന്നെ ചേരത്തിലെ കാര്യമൊക്കെ പറയാനാണെങ്കിൽ അങ്ങനെ എന്തിനാ കാസ്റ്റ് ചെയ്ത് എനിക്ക് മനസ്സിലായില്ല. കാരണം അങ്ങേരാണെങ്കിൽ വലിയ ഇവിടെ മറ്റേ പ്രേതം കൊണ്ടാണ് പ്രശ്നം എന്ന് അവന് പറയുന്നത്. ഇവൻ പറയും ഞാൻ എന്നാൽ ഒരു ദിവസത്തേക്ക് ഞാൻ പ്രേതത്തിൻ്റെ ചുവടിയത്തിൻ്റെ അടുത്തിരിക്കുക എന്ന് പറയും. എന്നിട്ട് അടുത്ത ദിവസം ശരത്ത് തട്ട ബൈ ഗയ അളിയത്ത് അമ്മാതിരി കോമഡി ക്യാരക്ടർ അങ്ങേർക്ക് കൊടുത്തിരിക്കണത്. പക്ഷേ അങ്ങനെ എന്ത് മര്യാദയ്ക്ക് വില്ല കാണിക്കുന്നതാണ്. മറ്റേ ബഗീരയിൽ ലാസ്റ്റ് ക്യാമിയോ വന്നിട്ട് വില്ല ക്യാമിയോ വരണത് മീൻസ് അതൊരു വില്ലൻ ക്യാമിയോ ആണ്, അത് വേറെ കാര്യം. പ്ലസ് കണ്ടയിലെ ക്യാമിയോ വില്ലൻ
ശോകമാണ് രണ്ടും. എല്ലാം ശോകമാണ്, അതുകൊണ്ട് തന്നെ പടം പൊട്ടിയതെന്നുള്ള ഒരു നിലപാടാണ് എനിക്ക് ആ സിനിമ കണ്ടിടുന്നത്. അത് എന്തൊക്കെ വിടാം. ഞാൻ മറ്റേ മാത്സ് സിനിമയിലെ വില്ലത്തരമൊക്കെ അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ മറ്റേ മിസ്റ്റീരിയസ് സിനിമയിലെ വില്ലത്തരം കോട്ട ശോകമായിരുന്നു. അത് വിട്, തലകാലത്തേക്ക് വിടാണ്. പിന്നെ എന്താണ് ആ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി വോയിസ്. അഖണ്ഡയിൽ CID ഓഫീസറായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. CID ആണോ CBI ആണോ എന്തോ ഞാൻ മറന്നുപോയി കറക്റ്റ്. എന്തോ ഓഫീസറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല ക്യാരക്ടറായിരുന്നു അദ്ദേഹത്തിന് കൊടുത്തിരുന്നത്. ചില സമയത്ത് ഇങ്ങനെ മര്യാദയ്ക്കുള്ള ക്യാരക്ടേഴ്സ് ചെയ്യും, ചില സമയത്ത് വൃത്തികെട്ട ക്യാരക്ടേഴ്സും ചെയ്യും. അതങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഈ പടം കാണണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് 2 പഞ്ഞി മൂക്കിൽ വെച്ചിട്ട് കാണേണ്ടി വരും. കാരണം അമ്മാതിരി കുണച്ച പടമാണിത്. എൻ്റെ പൊന്നോ സഹിക്കാൻ അപ്പുറമാണ് ഈ സിനിമ. കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിലോടൊപ്പം കണ്ട് അങ്ങനെ ഞാൻ ഇത് കണ്ടിട്ട് കഴിഞ്ഞ പടമായിട്ട് കുണച്ച പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഒടേല പാർട്ട് 1ൻ്റെ ഇതിൻ്റെ അടിപൊളി സീക്വലാണെന്ന് ആരെങ്കിലും പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇട്ടാൽ ഞാൻ അത് നോക്കാൻ പോലും പോവില്ല. ഞാൻ ഡിസ്ലൈക്ക് ചെയ്തോളി. അതിൽ എടുത്തിട്ട് സീക്വലാണ്. അപ്പം ഞാൻ തൽക്കാലത്തേക്ക് പിന്നെ ഒരു കാര്യം കൂടിയില്ല, മ്യൂസിക് BGM ഫസ്റ്റ് പാർട്ടിൻ്റെ അത്ര പോലും ഇല്ല. വൃത്തികെട്ട BGM, വൃത്തികെട്ട മ്യൂസിക്. പിന്നെ PA ജനീഷിൻ്റെ ഒക്കെ അതിൻ്റെ വേർസ്റ്റ് BGM വെച്ച് നോക്കും. മറ്റേ മംഗളവാരത്തിലെ BGM മാത്രമേ എനിക്ക് അത്രയും പിടിച്ചിട്ടുള്ളൂ. മറ്റേ BGM മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ. എല്ലാ BGM കുളമാണ്, പാട്ടും കുളമായിരുന്നു. അതിന് എനിക്ക് 45 മിനിറ്റ് എന്തോ മറ്റേ ഫ്ലാഷ് ബാക്ക് സീൻസ് മാത്രമേ എനിക്ക് അതൊക്കെ പിടിച്ചിട്ടുള്ളൂ. ഒന്നും എനിക്ക് ആ സിനിമയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. മീൻസ് അങ്ങനെ എന്തിനാണ് സിനിമ മ്യൂസിക് ചെയ്തതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഇഷ്ടമാണ് എനിക്ക് ആ സിനിമ ഫീൽ ചെയ്തത്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയനായിരിക്കും, അത് വേറെ കാര്യം. അതെന്താ കേട്ടോ. എന്തായാലും എനിക്ക് തൽക്കാലത്തേക്ക് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഡെൽറ്റ വസ്കസ്.